എല്ലാവർക്കും സാൾട്ട് ആൻഡ് ക്യാംഫർ ചാനലിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാനത്തിലെ MBBS, BDS, എൻജിനീയറിംഗ്, BArch, ഫാർമസി തുടങ്ങി പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ 2026 അഡ്മിഷൻ്റെ അപ്ലിക്കേഷൻ നൽകാനുള്ള സമയമായിട്ടുണ്ട്. CEE.kerala.gov.in എന്ന സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. എൻജിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, MBBS, BDS, ഹോമിയോ, ആയുർവേദ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, കോർപ്പറേഷൻ ബാങ്കിങ്, അഗ്രികൾച്ചർ മാനേജ്മെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ് ആൻഡ് BTech ബയോടെക്നോളജി. ഇത്രയും പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, 2026 ഈ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, കേരളത്തിൽ ജോയിൻ ചെയ്യാൻ, കേരളത്തിലെ വിവിധ ഗവൺമെൻറ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ 31/1/2026 അപേക്ഷ സമർപ്പിക്കണം. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ 31/1/2026 5 മണിക്കകമാണ് അപേക്ഷകൾ നൽകേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ, അപേക്ഷയുടെ കൂടെ തന്നെ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, നാറ്റിവിറ്റി പ്രൂഫ് എന്നീ 3 സർട്ടിഫിക്കറ്റുകളും മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കണം. ബാക്കി സർട്ടിഫിക്കറ്റുകൾ, മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ പലതും ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ശേഷം പറയാം. അത് 7/2/2026 വൈകിട്ട് 5 മണി വരെ അപ്ലോഡ് ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ നൽകാനുള്ള സമയം എന്ന് പറയുന്നത് 31/1/2026. അതേപോലെ സർട്ടിഫിക്കറ്റുകൾ മാൻഡേറ്ററി അല്ലാത്ത, നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട 3 സർട്ടിഫിക്കറ്റുകളൊക്കെ, ബാക്കി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയം 7/2/2026 5 മണി വരെയും ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രീ റിക്വിസിറ്റ്, ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുമ്പോൾ, ഓൺലൈനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം ഏറ്റവും പ്രധാനമായിട്ട് കീം 2026 സൈറ്റിൽ CEE.kerala.gov.in എന്ന സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ഒരു ലിങ്ക് കാണാം. കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിൻ്റെ ലിങ്കും അവിടെ കാണാം. കീം 2025 അഡ്മിഷൻ പ്രോസസ്സ് ഇപ്പോഴും മുഴുവനായിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ലിങ്കും കാണാം. കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ഒരു ലിങ്കും കാണാം. അതിൽ നിങ്ങൾ കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് അവിടെ ആ ഹോം പേജിൽ തന്നെ പ്രോസ്പെക്ടസ് കാണാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത് പ്രോസ്പെക്ടസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ പ്രോസ്പെക്ടസിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കോഴ്സ് എവിടേക്കാണ്, ഏതൊക്കെ കോളേജുകളാണ്, എങ്ങനെയൊക്കെയാണ് സംവരണം, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ സിലബസ് എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ പ്രോസ്പെക്ടസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ തന്നെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഇമെയിൽ ഐഡിയും അതേപോലെ മൊബൈൽ നമ്പറും നൽകാനുണ്ട്. ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും നൽകാനുണ്ട്. അത് സ്വന്തമായിട്ട് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ഇമെയിൽ ഐഡി ഉണ്ടെങ്കിൽ അത് തന്നെ നൽകുക. അല്ല എങ്കിൽ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും തന്നെ നൽകിയിരിക്കണം. കാരണം കമ്മ്യൂണിക്കേഷൻ വരിക ആ ഇമെയിൽ ഐഡിയിലേക്കോ അല്ലെങ്കിൽ ആ മൊബൈൽ നമ്പറിലേക്കോ ആയിരിക്കും. അത് എപ്പോഴെങ്കിലും ലോസ് ആയിക്കഴിഞ്ഞാൽ, അതായത് റീചാർജ് ചെയ്യാതെയോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാരണത്താലോ ആ മൊബൈൽ നമ്പർ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇമെയിൽ ഐഡി പിന്നീട് തുറക്കാൻ കഴിയാത്ത അവസ്ഥ വരെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കമ്മ്യൂണിക്കേഷൻ ചിലപ്പം കിട്ടില്ല. നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് അടക്കം പലതും ഇതിലേക്കായിരിക്കും കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഉപയോഗത്തിലുള്ള ആപ്ലിക്കേഷൻ നൽകുമ്പോൾ JPEG ഫോർമാറ്റിലുള്ള നിങ്ങളുടെ ഫോട്ടോഗ്രാഫും അതേപോലെ സിഗ്നേച്ചറും നിങ്ങൾ എടുത്തു വച്ചിരിക്കണം. JPEG ഫോർമാറ്റിലുള്ള സിഗ്നേച്ചറും ഇതെന്ന് പറഞ്ഞാൽ അത് ഫോട്ടോയും സിഗ്നേച്ചറും 100 KB
താഴെയുള്ളത് 100 KB വരെ ആകാം. അത് 1 KB to 100 KB സൈസിലുള്ള ഈ ഒരു ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറും നിങ്ങൾ സിസ്റ്റത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ക്ലാസ് 10 സർട്ടിഫിക്കറ്റും അതേപോലെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ആണെങ്കിൽ PDF ഫോർമാറ്റിലായിരിക്കണം. ബർത്ത് സർട്ടിഫിക്കറ്റും പ്രൂഫ് ഫോർ ഡേറ്റ് ഓഫ് ബർത്തും PDF ഫോർമാറ്റിലായിരിക്കണം. അതിൻ്റെ സൈസ് ഇവിടെ പറയുന്നത് the following certificate in PDF format should be kept ready and the same must be uploaded in the application portal. This is mandatory for all candidates എന്ന് പറയുന്നുണ്ട്. എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായും ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, അതേപോലെ നാറ്റിവിറ്റി പ്രൂഫ്, അതേപോലെ പ്രൂഫ് ഫോർ ഡേറ്റ് ഓഫ് ബർത്ത്, അത് ഈ 3 സർട്ടിഫിക്കറ്റും എല്ലാ കാൻഡിഡേറ്റുകളും അപ്ലോഡ് ചെയ്തിരിക്കണം. ഇതിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പം അവിടെ കാണിച്ചിരിക്കും. ഇനി റിസർവേഷനുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, സ്പെഷ്യൽ റിസർവേഷനുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, മാൻഡേറ്ററി റിസർവേഷനുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. മാൻഡേറ്ററി റിസർവേഷൻ എന്ന് പറയുന്നത് OBC കാൻഡിഡേറ്റ്സ്, അതുപോലെ SC/ST കാൻഡിഡേറ്റ്സ്, ഇവർക്ക് മാൻഡേറ്ററി റിസർവേഷൻ ഉണ്ട്. അപ്പോൾ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം. അതേപോലെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം. എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽപ്പെട്ടവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് EWS സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് പ്രോസ്പെക്ടസിൽ നൽകിയ അതേ ഫോർമാറ്റ് തന്നെ ഉപയോഗിക്കുക. മറ്റേതെങ്കിലും ഫോർമാറ്റ് ഉപയോഗിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് പ്രത്യേകം ഉണർത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സ്പെഷ്യൽ റിസർവേഷൻ ഉള്ളവരുണ്ടാവും. അതായത് NCC കാൻഡിഡേറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എക്സ് സർവീസ്മെൻറ്റിൻ്റെ ഡിഫൻസിൽ വർക്കുന്നവരുടെ ഡിപ്പെൻഡൻസ് ഉണ്ടാവാം. അതേപോലെ മറ്റെന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ, ഏതൊക്കെയാണ് സ്പെഷ്യൽ റിസർവേഷൻ എന്നുള്ളത് പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അതിലേതെങ്കിലും റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ആ ഫോർമാറ്റിലുള്ള പ്രത്യേക ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്തിരിക്കണം. ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടവർ ചെയ്തിരിക്കണം. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ ജനറൽ കമ്മ്യൂണിറ്റി ആണ്, ജനറൽ കാൻഡിഡേറ്റ്സ് ആണ്, അല്ലെങ്കിൽ റിസർവേഷൻ ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ആണ്, ഞങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇവിടെ പ്രത്യേകം പറയുന്നത് നോക്കുക. ഇൻകം സർട്ടിഫിക്കറ്റ് ഫ്രം ദ കൺസേൺഡ് വില്ലേജ് ഓഫീസർ മേ ബി ഒബ്റ്റൈൻഡ് ആൻഡ് അപ്ലോഡഡ് ഇൻ ആപ്ലിക്കേഷൻ പോർട്ടൽ ബൈ ദ കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡിങ് ജനറൽ കാറ്റഗറി. അതങ്ങനെ പറയാൻ കാരണം എന്താണെന്നുള്ളതും കൂടെ അവിടെ പറയുന്നുണ്ട്. The income certificate provided will be considered for any fee concession based on annual income. Example, AICT tuition fee waiver scheme, lower income group concession, etc. ഇതൊക്കെ കിട്ടണമെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ളവർക്കും അത് കിട്ടാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ AICT ഫീ വേവർ സ്കീമിലോ അല്ലെങ്കിൽ ലോവർ ഇൻകം ഗ്രൂപ്പ് കൺസെഷനിലോ ഒക്കെ പെടണമെങ്കിൽ എല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം. ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്ത കേസിൽ ഇതിന് പരിഗണിക്കില്ല എന്നാണ് പ്രത്യേകം പറയാനുള്ളത്. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടെ പരിശോധിക്കും. അതുകൊണ്ട് തന്നെ അതും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണമെങ്കിൽ, വിവിധ ഗവൺമെൻറ് സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കൽ നിർബന്ധമാണ്. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നോ ഫർദർ ചാൻസ് ടു ഗെറ്റ് അപ്ലോഡ് ഇൻകം സർട്ടിഫിക്കറ്റ് ആഫ്റ്റർ ക്ലോസിംഗ് ദ ആപ്ലിക്കേഷൻ പോർട്ടൽ. അപ്പോൾ ഒരു ചാൻസും നൽകൂല. ഇൻകം സർട്ടിഫിക്കറ്റ് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പിന്നീട് ഒരു ചാൻസും നൽകൂല. ഇത് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷം എല്ലാ വർഷങ്ങളിലും കാൻഡിഡേറ്റ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, പിന്നീട് സമയം തരുമോ എന്നുള്ളത്. ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പിന്നീട് സമയം തരില്ല. ഇനി അതർ സർട്ടിഫിക്കറ്റ്സ്, കാൻഡിഡേറ്റ്സിന് മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ അവിടെ ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനും 7/2/2026 വൈകിട്ട് 5 മണി വരെ സമയമുണ്ട്. അപ്ലിക്കേഷൻ ഫീ എത്രയാണെന്നും കൂടെ ഈ ഇതിൽ പറയുന്നുണ്ട്. എൻജിനീയറിംഗ് മാത്രമാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റിന് 925, SC കാൻഡിഡേറ്റ്സിന് 400 ആണ്. ST കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ജനറൽ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്
OBC കാൻഡിഡേറ്റ്സും ജനറൽ കാൻഡിഡേറ്റ്സിനും ഒരേ ആപ്ലിക്കേഷൻ ഫീസാണ് 925 രൂപ. SC കാൻഡിഡേറ്റ്സ് 400 രൂപ. എഞ്ചിനീയർ മാത്രമാണെങ്കിലാണ് പറയുന്നത്. BPharm മാത്രമാണെങ്കിൽ 925ഉം 400 തന്നെയാണ്. ആർക്കിടെക്ചർ മാത്രമാണെങ്കിൽ 650 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും. SC കാൻഡിഡേറ്റ്സിന് 260 രൂപയാണ്. ST കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ജനറൽ കാൻഡിഡേറ്റ്സും OBC കാൻഡിഡേറ്റ്സിനും 650ഉം SC കാൻഡിഡേറ്റ്സിന് 260ആണ്. ST കാൻഡിഡേറ്റ്സിന് ഫീസില്ല. ഇനി UAE എക്സാമിനേഷൻ സെൻറ്റർ അത് ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ 16,000 രൂപ ഇത് ജനറൽ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 16,000 രൂപയും ആപ്ലിക്കേഷൻ ഫീസും അടച്ചിരിക്കണം. SC കാൻഡിഡേറ്റ്സ് ആണെങ്കിലും 16,000 രൂപയ്ക്ക് പുറമെ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചിരിക്കണം. ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 16,000 രൂപ മാത്രം അടച്ചാൽ മതി. അത് UAE എക്സാമിനേഷൻ സെൻ്ററായിട്ട് ചൂസ് ചെയ്യുന്നവർ ആണ് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എൻജിനീയറിംഗ്, BPharm, ആർക്കിടെക്ചർ, മെഡിക്കൽ അലൈഡ് എന്നീ കോഴ്സുകളുടെ ഓരോന്നിൻ്റെയും നിങ്ങൾ പ്രത്യേകം ഇത് ചെയ്യുമ്പോൾ അതിനേതിനാണ് നിങ്ങൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് എത്രയാണ് ഫീസ് എന്നുള്ളത് അവിടെ ഇത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. അത് ഓൺലൈനായിട്ട് തന്നെ അടക്കണം എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ട് അടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ അതിന് അടക്കാനുള്ള സംവിധാനം ഉണ്ടാവും. അപ്പോൾ ഇത് ഓൺലൈൻ ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഫീസ് ആ ഒരു ഇതിലേക്ക് ആ വിൻഡോയിലേക്ക് വരുമ്പം അവിടെ അത് അടക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അല്ല എങ്കിൽ നിങ്ങൾ അതിന് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ചലാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഏതൊക്കെ പോസ്റ്റ് ഓഫീസുകളിലാണ് ഇത് സ്വീകരിക്കുക എന്നുള്ളത് പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. ആ പോസ്റ്റ് ഓഫീസിൽ പോയി അത്രയും എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ആകെ 5 സ്റ്റെപ്പുകളാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിലുള്ളത്. ഫസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ തന്നെ ലിങ്ക് ഉണ്ട്. ce.kerala.gov.in എന്നുള്ളതിൽ കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റും. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും ഒരു പാസ്വേഡും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും. ആ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തരുന്നതാണ്. ആ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾ സെറ്റ് ചെയ്ത പാസ്വേഡും അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ലോഗിൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഓരോന്നും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യുക. മറ്റ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി അല്ലാത്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾ പിന്നീട് അപ്ലോഡ് ചെയ്താലും മതി. അത് അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അടക്കുക. ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇമേജസ്, അതായത് നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറും ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതും കഴിഞ്ഞ ശേഷം അക്നോളജ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യുക. അതായത് അക്നോളജ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ അക്നോളജ്മെൻറ്റ് നിങ്ങൾ എവിടേക്കെങ്കിലും അയക്കുകയോ ഒന്നും വേണ്ട. അതേപോലെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എവിടേക്ക് അയക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ഈ അക്നോളജ്മെൻറ്റ് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചിരിക്കണം. നിങ്ങൾക്ക് ഇത് വരുമ്പോൾ, അതായത് കീമിൻ്റെ എക്സാം വരുമ്പോൾ എൻജിനീയറിംഗ് ആണെങ്കിലും ഫാർമസി ആണെങ്കിലും എക്സാം എഴുതണം. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സിൻ്റെ നീറ്റ് എക്സാമാണ് എഴുതേണ്ടത്. നീറ്റ് എക്സാം എഴുതിയിട്ട് അതിൻ്റെ മാർക്ക് ഈ കീമിൽ ആവശ്യപ്പെടുന്ന സമയത്ത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എൻജിനീയറിങ്ങിനും ഫാർമസിക്കും എക്സാം എഴുതേണ്ടതുള്ളതുകൊണ്ട്, എൻട്രൻസ് എക്സാം എഴുതേണ്ടതുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഹാൾ ടിക്കറ്റ് വരും. ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ല എങ്കിൽ അതിനെന്താണ് കാരണം എന്നുള്ളത് അവിടെ പറയും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നുള്ളതിനുള്ള ആകെ ഒരു തെളിവ് ഈ അക്നോളജ്മെൻറ്റ് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത് കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ സിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാം കൃത്യമായിട്ട് വീഡിയോ ആയിട്ടും മറ്റും അല്ലെങ്കിൽ ടെക്സ്റ്റായിട്ടും ഒക്കെ അവിടെ പറയുന്നുണ്ട്. മറ്റ് ഹെൽപ്പുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. 047123322120, 0471233847 എന്നീ നമ്പറുകളുണ്ട്. അതുപോലെ ഇമെയിലേക്കും ഇമെയിൽ മുഖാന്തരം നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. cek.info.cee@kerala.gov.in എന്നുള്ള ഇമെയിൽ വഴിയും നിങ്ങൾക്ക്
ഇത് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 31/1/2026 2026 പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള MBBS BDS എൻജിനീയറിംഗ് അതേപോലെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകളിൽ ഫാർമസി കോഴ്സുകളിലേക്കൊക്കെ ഉള്ള ആപ്ലിക്കേഷൻ നൽകേണ്ട അവസാന തീയതി. കൂടുതൽ കാര്യങ്ങൾ ഈ ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്തു തരും വീഡിയോ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ ചാനലിൻ്റെ കൂടെ തന്നെ വീഡിയോ എടുക്കുന്ന മുറക്ക് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ വാച്ചിന് നന്ദി. നമസ്കാരം.